നമ്മൾ ദുഃഖിതരായി ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വളരെ മോശമായതായിരിക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള ചിന്തകളേക്കാൾ ആവശ്യമില്ലാത്ത ചിന്തകളായിരിക്കും ആ സമയത്ത് കൂടുതലായും ഉണ്ടാവുക. അതായത് നമ്മൾ കാട് കയറി ചിന്തിച്ചു കൂട്ടും എന്ന് വേണമെങ്കിലും പറയാം. ആ സമയത്ത് നമ്മൾ അത് കൺട്രോൾ ചെയ്യാനായി, അത് നിയന്ത്രിക്കാനായി ശ്രമിച്ചാലും അത് നമ്മളെ കൊണ്ട് പറ്റാതെ വരുന്നു. ഇതുപോലെ നമ്മൾ കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അധികമായും ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സൈക്കോളജിയിൽ പറയുന്നത് നമ്മൾ വളരെ കോൺഫിഡൻറ്റും അതുപോലെ വളരെ ശാന്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നാണ്. മാത്രമല്ലാതെ മറ്റുള്ളവരുടെ അറ്റൻഷൻ നമുക്ക് വളരെ പെട്ടെന്ന് കൂടി ലഭിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. സോ ഇതുപോലുള്ള നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കൽ ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്, യുവർ ബ്രെയിൻ നെവർ റെസ്റ്റ്. അതായത് നമ്മളുടെ ബ്രെയിൻ ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നില്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മളുടെ ബ്രെയിൻ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും. നമ്മളുടെ ലൈഫ് സർക്കിളിൽ തന്നെ ഒരു സമയത്ത് മാത്രമാണ് നമ്മളുടെ ബ്രെയിൻ റെസ്റ്റ് എടുക്കുന്നത്. അതെപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മരണമടയുന്ന സമയത്ത്, നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിന്റെ പ്രവർത്തനവും നിലയ്ക്കുന്നു. സോ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മളുടെ ബ്രെയിൻ ഏത് സമയത്തും വർക്കിംഗ് ആയിരിക്കും. രണ്ടാമത്, യു ബിക്കം സ്ട്രോങ് വെൻ യു ആർ കോൺഫിഡൻറ്റ്. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇല്ലാത്തതും നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷയമായിരിക്കും കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസം. നമ്മൾ ഒരു ജോലി ചെയ്യും എന്ന് പറഞ്ഞ് ഉറച്ച വിശ്വാസത്തോടുകൂടി, ഉറച്ച മനസ്സോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു എനർജി ക്രിയേറ്റ് ആവുകയും അതിനനുസരിച്ച് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ അത് ചെയ്തു തീർക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ഇത് ഞാനും പലപ്പോഴും എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല ആഴ്ചകളിലും ഞാൻ വളരെ ബിസിയായി പോകുന്ന സമയത്ത് പല ദിവസങ്ങളിലും, അതായത് ഒരു സ്പെസിഫിക് ഡേയിൽ ഞാൻ ഒരു 3-4 വീഡിയോസൊക്കെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യും. അങ്ങനെ ഒരു 2 മാക്സിമം ഒരു 3 വീഡിയോ എടുത്തതൊക്കെ ഞാൻ വളരെ ശരി ഇത് മതി എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കും. പക്ഷേ ഞാനിവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ എന്നെ ഇൻസ്പയറിങ് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സും കോട്ടുകളും അതുപോലെ അഫർമേഷൻസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും ഡൗട്ടായി പോകാൻ ഇടയാവുന്ന സമയത്ത് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ നോ ഐ ക്യാൻ എന്നുള്ള അഫർമേഷൻ പല പ്രാവശ്യവുമായി വായിച്ചിട്ടുണ്ട്. അത് വായിക്കുന്ന സമയത്ത് യെസ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിത്തിരിക്കും. പക്ഷെ അതിനുവേണ്ടി ഇറങ്ങുന്ന സമയത്ത്, കാരണം ഇതിനു മുമ്പ് തന്നെ ഒരു 3 വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് കൊണ്ട് അതിനുള്ള എനർജി ഞാൻ ആ സമയത്ത് ഫീൽ ചെയ്യില്ല. പക്ഷെ ഇവിടെ വന്ന് വീഡിയോ പ്രസന്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും പല വീഡിയോസിലും ഇപ്പൊ റീസെന്റ് എന്താ പറയുക ഒരു എനർജി കുറവുള്ള പോലെ ഫീൽ ചെയ്യുന്നത്, എന്താ ജീവിതത്തിൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്യുന്നത് കാണാനിടയുണ്ടായി. സോ അത് പ്രശ്നം കാരണമല്ല, ഈ ഒരു വിഷയം കാരണമാണ്. സോ ഇനി നമ്മൾ ബാക്ക് ടു ദ ടോപ്പിക്ക് വരികയാണെങ്കിൽ, ഞാൻ അവിടെ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് റിപ്പീറ്റഡായി പറഞ്ഞ് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചത് കൊണ്ട് എന്നെ കൊണ്ട് സിമ്പിളായി തന്നെ ആ ഒരു വിഷയം ചെയ്യാനുള്ള ഒരു എനർജി വന്നു. സോ ഇതുപോലെ തന്നെയാണ് നമ്മളും ഒരു കാര്യം വിശ്വസിക്കുകയാണെങ്കിൽ അതിന് നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയോ കാര്യമോ ഒക്കെ തന്നെ ആയാലും ഇത് ഞാൻ ചെയ്തു തീർക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാനായി സാധിക്കും. സോ ഇതാണ് പവർ ഓഫ് കോൺഫിഡൻറ്റ്. മൂന്നാമത്, യുവർ ഫേവറേറ്റ് സോങ് റിലേറ്റ്സ് ടു യുവർ ലൈഫ്. അതായത് നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ തന്നെ നമ്മൾ കൂടുതലായി റിപ്പീറ്റഡായി കേൾക്കുന്ന ചില പാട്ടുകൾ ഉണ്ടാവും. ആ പാട്ടുകളുടെ വരികൾക്കോ അല്ലെങ്കിൽ ആ പാട്ടിനോ നമ്മളുടെ ജീവിതമായി ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു പാട്ട് റിപ്പീറ്റഡായി കേൾക്കുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളുമായിട്ടോ അല്ല എങ്കിൽ നമ്മൾ വേണം എന്ന് വിചാരിക്കുന്ന ചില അനുഭവങ്ങളുമായിട്ടോ അല്ല എങ്കിൽ പാസ്റ്റിൽ നടന്ന വല്ല അനുഭവങ്ങളുമായിട്ടോ നമുക്ക് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു പാട്ട്, അത്തരത്തിലുള്ള ചില പാട്ടുകൾ മാത്രം നമ്മൾ റിപ്പീറ്റഡായി കേൾക്കുന്നത്. നാലാമത്, യുവർ ഐസ് റിമെയിൻ ഓഫ് സെയിം സൈസ് ഫ്രം യുവർ ബർത്ത്. അതായത് നമ്മൾ ജനിച്ചത് മുതൽ നമ്മളുടെ ബോഡിയിലുള്ള പല അവയവങ്ങളും അതിൻ്റെ ഷേപ്പ് മാറുകയും അതിൻ്റെ വലിപ്പം കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ കണ്ണ് മാത്രം നമ്മൾ ജനിച്ച സമയത്ത് എത്ര സൈസിലാണോ ഉണ്ടായിരുന്നത് അതേ ആ ഒരു സെയിം സൈസ് തന്നെ ആയിരിക്കും നമ്മൾ മരിക്കുന്നത് വരേക്കും. പക്ഷെ നമ്മൾ എക്സൈറ്റഡ് ആവുന്ന സമയത്ത് നമ്മളുടെ കണ്ണുകൾ വലുതാവുന്നത് പോലെയും വളരെ സാഡ് ആയിരിക്കുന്ന സമയത്ത് കണ്ണുകൾ ചെറുതാവുന്നത് പോലെയും ഒക്കെ ഫീൽ ആവുമെങ്കിലും നമ്മളുടെ കണ്ണ് എപ്പോഴും നോർമൽ, അതിൻ്റെ സ്ഥിരമായിട്ടുള്ള സൈസിലായിരിക്കും ഉണ്ടായിരിക്കുക. അഞ്ചാമത്, നമ്മളുടെ തലച്ചോറ് സാഹചര്യങ്ങൾക്കനുസരിച്ച് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മുൻപത്തെ സ്റ്റഡീസിൽ നമ്മളുടെ തലച്ചോറ് ഇതുപോലെ വലുതാവുകയും ചെറുതാവുകയും ഒന്നും ചെയ്യുന്നില്ല. അത് സ്ഥിരമായിട്ടുള്ള ഒരു
ലെവലിൽ തന്നെയാണ്, ഒരു സൈസിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് മുൻപത്തെ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡീസിൽ ഇതുപോലെ നമ്മളുടെ തലച്ചോറ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തു. ഇത് പുതിയ പുതിയ പഠനങ്ങളുടെയും അനുഭവത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഒക്കെ ബേസിലാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ആറാമത്, ദ കളർ ബ്ലൂ ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ടീഷർട്ടുകളും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ, ടീഷർട്ട് ആണെങ്കിലും ഷർട്ട്സ് ആണെങ്കിലും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യാനായി പോകുന്ന സമയത്ത് ഞാൻ കൂടുതലും ബ്ലൂ ഷർട്ട്സോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂസ് ആയിരിക്കും കൂടുതലായും സെലക്ട് ചെയ്യുക. ഇത് ഞാൻ അറിഞ്ഞ് ചെയ്തതല്ല, പക്ഷേ സംതിങ് ഒരു ബ്ലൂയിഷ്, ഒരു ലൈറ്റ് ബ്ലൂ കളർ വിയർ ചെയ്യുന്ന സമയത്ത് സംതിങ് എനിക്ക് മെൻ്റലി കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് ആവുന്നത് പോലെയും പ്രൊഡക്റ്റീവ് ആവുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചില ടിപ്പുകളൊക്കെ നോക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയത്തെ പറ്റി കൂടി അറിയാനിടയുണ്ടായത്. അതായത് നമ്മൾ ബ്ലൂ കളർ വിയർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്തെന്നാൽ നമ്മളുടെ ബ്രെയിൻ അത്തരത്തിലാണ് അത്രേ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഇത് പറ്റുമെങ്കിൽ നിങ്ങളും കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേഴ്സണലി എനിക്ക് ഇത് സംതിങ് നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. ഏഴാമത്, പീപ്പിൾ റിട്ടേൺ വാലറ്റ്, ദർ ഈസ് എ ബേബി പിക്ചർ ഇൻ ഇറ്റ്. ഇതിനെ പറ്റിയും ഹ്യൂമൻ ബിഹേവിയർ മനസ്സിലാക്കാനായി പല സയൻറ്റിസ്റ്റുകൾ ചേർന്ന് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. അതായത് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ് തിരിക്കുന്നു. അതിൽ ഗ്രൂപ്പ് എയുടെ പേഴ്സിൽ അവരുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം തന്നെ വയ്ക്കുന്നു. അതിനോടൊപ്പം ഒരു ബേബിയുടെ പിക്ചർ കൂടി വയ്ക്കുന്നു. ഇനി ഗ്രൂപ്പ് ബിയുടെ പേഴ്സിലാണെങ്കിൽ അവരുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, കാര്യങ്ങളെല്ലാം തന്നെ വയ്ക്കുന്നു. പക്ഷേ ഈ ഒരു പേഴ്സിൽ ഒരു ബേബിയുടെ പിക്ചർ വയ്ക്കുന്നില്ല. എന്നിട്ട് ഇവർ റാൻഡമായിട്ട് ഇതൊരു സ്ട്രീറ്റിൽ കൊണ്ടുപോയി ഇടുന്നു. അങ്ങനെ ഇടുന്ന സമയത്ത് ഏത് പേഴ്സിലാണോ ബേബിയുടെ പിക്ചർ ഉണ്ടായിരുന്നത്, ഒരു കുട്ടിയുടെ പിക്ചർ ഉണ്ടായിരുന്നത്, അത്തരത്തിലുള്ള, അതായത് എ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവരുടെ പേഴ്സാണ് കൂടുതലായും തിരിച്ചു കിട്ടിയത് അത്ര. ഇത് ഒരു പ്രാവശ്യം മാത്രം സ്റ്റഡി കണ്ടക്ട് ചെയ്ത് പ്രൂവ് ചെയ്തതല്ല, ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഫർദർ ആയിട്ടും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.